Hello dears, let's move to the activities of Unit 3, The Village of Birds. Activity 1. Do you like to make പൂക്കളം? നിങ്ങൾക്ക് പൂക്കളം ഉണ്ടാക്കാൻ ഇഷ്ടമല്ലേ? Color the പൂക്കളം given below. താഴെ തന്നിരിക്കുന്ന പൂക്കളത്തിന് നിറം നൽകുക. So you can make your പൂക്കളം beautiful like this. Okay. Now next, Activity 2. Which are the festivals that we celebrate? നമ്മൾ ആഘോഷിക്കുന്ന ഉത്സവങ്ങൾ ഫെസ്റ്റിവൽസ് ഏതൊക്കെയാണ്? Write the name of the festival below each picture. ഓരോ പിക്ചറിൻ്റെ താഴെയും ആ ഫെസ്റ്റിവലിൻ്റെ പേര് എഴുതണം. സോ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്: ഓണം, ക്രിസ്മസ്, ഈദ് ഉൽ ഫിത്തർ, ദീപാവലി. അപ്പം നമുക്ക് നോക്കാം, ഇവിടെ ഏതാണ് ക്രിസ്മസ്? ദിസ് ഈസ് ഈദ് ഉൽ ഫിത്തർ. ദിസ് ഈസ് ഓണം, അല്ലേ? പൂക്കളൊക്കെ ഉണ്ട്. ദിസ് ഈസ് ദീപാവലി. ഇറ്റ്സ് എ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ്. നൗ ആക്ടിവിറ്റി 3. റീഡ് ദ സ്റ്റോറി. ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ ആർ ട്വിൻസ്. ദേ ലിവ് ഇൻ ഹരിതഗിരി വില്ലേജ്. ഡിംപിളും ട്വിങ്കിളും ട്വിൻസ് ആണ്, ഇരട്ട കുട്ടികളാണ്. ദേ ലിവ് ഇൻ എ വില്ലേജ്. എവറി ഇയർ ദർ ഈസ് എ ഫെസ്റ്റിവൽ ഇൻ ദർ വില്ലേജ്. എല്ലാ വർഷവും അവരുടെ വില്ലേജിലൊരു ഫെസ്റ്റിവൽ ഉണ്ടാവാറുണ്ട്. ട്രീസ് ബ്ലൂം ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ സീസൺ. ആ സമയത്ത് മരങ്ങളൊക്കെ പൂക്കളുണ്ടാവും. സോ യു ക്യാൻ സീ ദർ ആർ സോ മെനി ഫ്ലവേഴ്സ് ഓൺ ദ ട്രീസ്. നൗ ദ പീപ്പിൾ ഓഫ് ഹരിതഗിരി ഡെക്കറേറ്റ് ദർ ഹൗസസ് ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ. ഹരിതഗിരിയിലുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? അവരുടെ ഹൗസസ് ഡെക്കറേറ്റ് ചെയ്യും. ദ ഫെസ്റ്റിവൽ സീസൺ അറൈവ്ഡ്. അങ്ങനെ ഉത്സവകാലം വന്നെത്തി. ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ സ്റ്റാർട്ടഡ് ഡെക്കറേറ്റിംഗ് ദർ ഹൗസ്. ഡിംപിളും ട്വിങ്കിളും അവരുടെ ഹൗസസ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങി. നൗ ദ ആക്ടിവിറ്റി 4. ട്വിങ്കിൾ ആൻഡ് ഡിംപിൾ ആർ ഡെക്കറേറ്റിംഗ് ദർ ഹൗസ് ഫോർ ദ ഫെസ്റ്റിവൽ. ഹെൽപ്പ് ദം ഡെക്കറേറ്റ് ദർ ഹൗസ്. യു ക്യാൻ യൂസ് ദ ഡെക്കറേറ്റീവ്സ് ഷോൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ഡെക്കറേറ്റീവ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അവരുടെ ഹൗസ് എന്ത് ചെയ്യണം? നിങ്ങൾ ബ്യൂട്ടിഫുൾ ആക്കണം. സോ യു ക്യാൻ ഡു ലൈക്ക് ദിസ്. നിങ്ങൾക്ക് നല്ല ബ്യൂട്ടിഫുൾ ആക്കി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കളറൊക്കെ ചെയ്തിട്ട് മാറ്റാം. Now, activity 5. Twinkle and Dimple decided to invite their friend Nila for the festival. They called Nila on phone. Complete a conversation. അവരെന്ത് ചെയ്തു? അവരുടെ ഫ്രണ്ടായ നിലയെ ഈ ഒരു ഫെസ്റ്റിവലിനെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കണം. അപ്പോൾ അവർ ഫോൺ എടുത്തിട്ട് നിലയെ വിളിച്ചു. അപ്പോൾ എന്തായിരിക്കും ട്വിങ്കിള് ചോദിച്ചിട്ടുണ്ടാവുക? എന്തോ ചോദിച്ചപ്പോൾ നില എന്ത് പറയുന്നു? യെസ് ഐ വിൽ കം എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ വരും എന്ന് പറയണമെങ്കിൽ നീ വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടാവണം. അപ്പോൾ എന്ന് ചോദിച്ചിട്ടുണ്ടാവും? ഹലോ നില, അവർ വില്ലേജ് ഫെസ്റ്റിവൽ ഈസ് ടുമാറോ, വിൽ യു കം? നാളെ ഞങ്ങളുടെ വില്ലേജിലെ ഫെസ്റ്റിവലാണ്, നീ വരുമോ എന്ന് ചോദിച്ചത് കൊണ്ടാണ് യെസ് ഐ വിൽ കം എന്ന് പറഞ്ഞത്. അപ്പോൾ ഡിംപിൾ എന്താ ചോദിക്കുന്നത്? ഹൗ വിൽ യു കം? എങ്ങനെയാണ് നീ വരുക? അപ്പം എന്താ പറയുക? ഐ വിൽ കം വിത്ത് മൈ മോം, അല്ലെങ്കിൽ ഐ വിൽ കം വിത്ത് മൈ ഡാഡ്, അല്ലെങ്കിൽ ഐ വിൽ കം വിത്ത് മൈ ഗ്രാൻഡ് മാ എന്തും നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ അറിയാവുന്ന വേർഡ് അവിടെ എഴുതാം. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 6. ഹൗ ഈസ് യുവർ വില്ലേജ് ഓർ ടൗൺ? ഡ്രോ ആൻഡ് കളർ ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്. നിങ്ങളുടെ ടൗൺ എങ്ങനെയാണ്, നിങ്ങളുടെ വില്ലേജ് എങ്ങനെയാണ്, അതിൻ്റെ ചിത്രം വരച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ വില്ലേജിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ അതിൻ്റെ പിക്ചർ വരച്ചു. അതിനകത്ത് ഹോസ്പിറ്റലുണ്ട്, സ്കൂളുണ്ട്, എല്ലാം വരച്ചിട്ടുണ്ട്. ഇനി ഏതാണ്? ദിസ് ഈസ് മൈ വില്ലേജ്. ഇതെൻ്റെ വില്ലേജാണ്. ദ നെയിം ഓഫ് മൈ വില്ലേജ് ഈസ് കൈതാരം. എൻ്റെ വില്ലേജിൻ്റെ പേര് കൈതാരം എന്നാണ്. ദർ ആർ മെനി ഹൗസസ് ഇൻ മൈ വില്ലേജ്. ഒരുപാട് ഹൗസസ് ഉണ്ട്. സം ആർ ബിഗ് ആൻഡ് സം ആർ സ്മോൾ. ചിലത് വലുതാണ്, ചിലത് ചെറുതാണ്. ദേ ആർ പെയിൻറ്റഡ് ഇൻ മെനി കളേഴ്സ്. ഒരുപാട് നിറത്തിലാണ് അതൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലേ? ദർ ഈസ് എ ഹോസ്പിറ്റൽ ഇൻ മൈ വില്ലേജ്. എൻ്റെ വില്ലേജിലൊരു ഹോസ്പിറ്റലുണ്ട്. ദർ ഈസ് ആൻ അപ്പർ പ്രൈമറി സ്കൂൾ ആൻഡ് ഹൈ സ്കൂൾ ഇൻ മൈ വില്ലേജ്. എൻ്റെ വില്ലേജിലെ ഒരു UP സ്കൂളും ഹൈ സ്കൂളും ഉണ്ട്. ദർ ആർ മെനി ട്രീസ് അറൗണ്ട് ദ സ്കൂൾസ്. അപ്പോൾ ഒരുപാട് ട്രീസൊക്കെ സ്കൂളിൻ്റെ ചുറ്റുമായിട്ടുണ്ട്. ദർ ഈസ് എ സ്മോൾ റിവർ ഇൻ മൈ വില്ലേജ്. മൈ വില്ലേജ് ഈസ് ബ്യൂട്ടിഫുൾ, ഐ ലൈക്ക് മൈ വില്ലേജ്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വില്ലേജിൻ്റെ ചിത്രമൊക്കെ വരച്ചിട്ട് അതിനെക്കുറിച്ചിട്ട് ഇതുപോലെയുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതുക. Next, during the festival, the villagers do not blow the horn of vehicles. One day, a man on motorbike came there. Complete a conversation between the man and the children. അപ്പോൾ വില്ലേജസ് എന്ത് ചെയ്യില്ല? ഫെസ്റ്റിവൽ സമയത്ത് അവിടെ ഹോണൊന്നും അടിക്കാറില്ല, അല്ലേ? അപ്പോൾ ഒരു അങ്കിള് വന്നിട്ട് ബൈക്കിൻ്റെ ഹോൺ അടിക്കുന്ന സമയത്ത്
കുട്ടി എന്താ പറയുന്നത്? സർ പ്ലീസ് ഡോണ്ട് ബ്ലോ ദ ഓൺ അടിക്കരുത്. അപ്പോൾ അയാൾ എന്ത് ചോദിക്കും? എന്തുകൊണ്ട്? വൈ അല്ലേ? എന്തുകൊണ്ട് അടിച്ചുകൂടാ? അതൊരു ക്വസ്റ്റ്യൻ ആണ്. വൈ, എന്തുകൊണ്ട്? അപ്പോൾ എന്താണ് കുട്ടികൾ പറയുന്നത്? ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ ദ വില്ലേജേഴ്സ് ഡു നോട്ട് ബ്ലോ ദ ഓൺ ഓഫ് വെഹിക്കിൾസ്. ഫെസ്റ്റിവൽ സമയത്ത് വില്ലേജേഴ്സ് ആരും വെഹിക്കിൾസിൻ്റെ ഓൺ അടിക്കാറില്ല. അപ്പം ആങ്കിൾ എന്ത് പറയാ? ഓ ഐ ആം സോറി, എന്നോട് ക്ഷമിക്കണേ എന്ന് പറയും അല്ലേ? നെക്സ്റ്റ് ആക്ടിവിറ്റി 8. വി മേക്ക് മെനി ഡെക്കറേറ്റീവ്സ് യൂസിങ് പേപ്പർ. ലെറ്റസ് മേക്ക് എ പേപ്പർ ലാൻഡേൺ. നമുക്കൊരു പേപ്പർ വിളക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് 1, ടേക്ക് എ പീസ് ഓഫ് പേപ്പർ, കട്ട് എ സ്ട്രിപ്പ് ഫ്രം ഇറ്റ്. ഒരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് അതിന് ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കണം. പിന്നെയോ ഫോൾഡ് ദ പേപ്പർ ഫ്രം ദ മിഡിൽ. അതിനെ നേരെ മിഡിലോട്ടേക്ക് മടക്കണം. പിന്നെയോ ഡ്രോ എ ലൈൻ ഓൺ വൺ സൈഡ്. ഒരു സൈഡിൽ ലൈൻ വരക്കണം. നൗ കട്ട് ദ പേപ്പർ ഇൻ ടു സ്മോൾ സ്ട്രിപ്സ്. അതിൻ്റെ ആ ലൈൻ വിട്ടിട്ട് ബാക്കി ഫുള്ള് കട്ട് ചെയ്തിട്ട് എടുക്കുക ഇതുപോലെ. എന്നിട്ട് എന്ത് ചെയ്യണം? ഓപ്പൺ ദ പേപ്പർ തുറന്നിട്ട് 2 എഡ്ജസ് പറഞ്ഞാൽ അറ്റം അങ്ങനെ ഒട്ടിക്കണം. ഫിക്സ് എ ഹാൻഡിൽ ഓൺ ടോപ്പ്. നൗ ദ ലാൻഡേൺ ഈസ് റെഡി. നമ്മൾ ഫസ്റ്റ് മുറിച്ചെടുത്ത ആ ഒരു പേപ്പറിൽ അതിൻ്റെ ചുറ്റായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ അതിനൊരു പിടിയായി. അപ്പോൾ നല്ലൊരു കുഞ്ഞു വിളക്കായി അല്ലേ? നൗ ദ ലാൻഡേൺ ഈസ് റെഡി. ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ഫസ്റ്റ് കട്ട് ദ പ്ലേറ്റ് ഇൻ ടു 2 ഹാഫ്സ്. പ്ലേറ്റിനെ 2 കഷ്ണമാക്കി കട്ട് ചെയ്യുക. പിന്നെ കളർ ദ പ്ലേറ്റിന് കളർ ചെയ്യുക. പേസ്റ്റ് സ്മോൾ സ്റ്റാർസ് ഓൺ ഇറ്റ്. അതിൽ ചെറിയ സ്റ്റാർസ് ഒട്ടിക്കുക. ടു ഡെക്കറേറ്റ് ദ പ്ലേറ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി. കട്ട് സം ട്രയാങ്കിൾസ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്. കുറച്ച് ട്രയാങ്കിൾസ് പല തരത്തിലുള്ള ട്രയാങ്കിൾസ് കട്ട് ചെയ്യുക. പിന്നെ പേസ്റ്റ് ദ ട്രയാങ്കിൾസ് ഓൺ ദ അപ്പർ എഡ്ജ് ഓഫ് ദ പ്ലേറ്റ്. അതാ പേപ്പറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു പ്ലേറ്റിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ടൈ ദ ത്രെഡ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് പ്ലേറ്റ്. പ്ലേറ്റിന് 2 വശത്തായിട്ട് നൂലുകൊണ്ട് കെട്ടുക. ദ ക്രൗൺ ഈസ് റെഡി. ക്രൗൺ റെഡിയായി. വിയർ ഇറ്റ് ഓൺ യുവർ ഹെഡ്. അത് നിങ്ങളുടെ തലയിൽ വിയർ ചെയ്യുക. ആക്ടിവിറ്റി 9. ഐഡന്റിഫൈ ദ ബേർഡ്സ് ഫ്രം പിക്ചർ. ഈ പിക്ചറിൽ നിന്നും ബേർഡ്സിനെ ഐഡന്റിഫൈ ചെയ്യണം. കളർ ദം സ്യൂട്ടബിളി ആൻഡ് റൈറ്റ് ദ നെയിംസ് ബിലോ. അതിന് കളർ കൊടുത്തിട്ട് നിങ്ങൾ അതിന്റെ പേര് താഴെ എഴുതണം. സോ ആരൊക്കെയുണ്ട്? ഈ സൈഡിൽ തുടങ്ങാം. ദിസ് ഇസ് റൂസ്റ്റർ, ഡക്ക്, റോ, പാരറ്റ്, ഹോൺബില്, ക്രെയിന്, കിങ് ഫിഷർ, പീകോക്ക് അല്ലേ? മയില്, മീൻകൊത്തി, കൊത്തി, വേഴാമ്പല്, തത്ത, കാക്ക, താറാവ്, പൂവൻകോഴി. അപ്പോൾ നമ്മൾ ഇതിന്റെ ബേർഡ്സ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. റൂസ്റ്റർ, പൂവൻകോഴി, ഡക്ക്, താറാവ്, ക്രോ, കാക്ക, പാരറ്റ്, തത്ത, പീകോക്ക്, മയില്, കിങ് ഫിഷർ, മീൻകൊത്തി, ക്രെയിന്, കൊത്തി, ഹോൺബില്, വേഴാമ്പല്. ആക്ടിവിറ്റി 10. എഗ്സ് ടു ചിക്സ്. മുട്ട കുഞ്ഞുങ്ങളായി ഇരിയുന്ന ഒരു ഗെയിമാണ്. ഹിയർ ഈസ് എ ഗെയിം ഫോർ യു. യൂസ് എ ഡൈസ് ആൻഡ് പ്ലേ ദ ഗെയിം അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് യുവർ ടീച്ചർ. ടീച്ചർ പറയുന്നത് പോലെ ഈ ഒരു ഗെയിം നിങ്ങൾ കളിക്കണം. അപ്പം നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? മുട്ടയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഡൈസ് എറിയും. നമുക്ക് ഫസ്റ്റ് 1 വീണാൽ അല്ലെങ്കിൽ 6 വീണാൽ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ടീച്ചർ പറയുന്ന പോലെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ വെൻ യു റീച്ച് 4, 4-ലെത്തിയാൽ ഫുഡ് ഈസ് ഹിയർ, ഗോ ടു കോളം 7. 4-ലെത്തിയാൽ നിങ്ങൾക്ക് 7-ലോട്ടേക്ക് ചാടാം. പക്ഷേ 9-ലെത്തിയാലോ ഡേഞ്ചർ, ഗോ ടു കോളം 3. നിങ്ങൾ പൂച്ച പിടിച്ചു, അപ്പോൾ 3-ാമത്തെ കുളത്തിലോട്ടേക്ക് നിങ്ങൾ വരണം. ഇനി നിങ്ങൾ 12-ലെത്തിയാലോ ഡ്രിങ്ക് മിൽക്ക് ആൻഡ് ഗോ ടു കോളം 17. പാലൊക്കെ കുടിച്ച് നിങ്ങൾക്ക് ഉഷാറായിട്ട് 17-ാമത്തെ കുളത്തിലോട്ട് പോകാം. പക്ഷേ നിങ്ങൾ 16-ലെത്തിയാലോ ഡേഞ്ചർ, ഗോ ടു കോളം 10. നിങ്ങൾ വീണ്ടും കോളം 10-ലോട്ടേക്ക് ചാടേണ്ടി വരും. നിങ്ങൾ 17-ലെത്തിയാലോ ഫ്രണ്ട്സ് ഹിയർ, ഗോ ടു കോളം 20. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് 20-ലോട്ടേക്ക് പോകാം. പക്ഷേ 20 പ്രശ്നമാണ്. ഫോക്സ് ഹിയർ, ഗോ ടു കോളം 5. ഇവിടെ ആരുണ്ട്? ഫോക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ 5-ാമത്തെ കുളത്തിലോട്ട് പോകേണ്ടി വരും. പക്ഷേ ഇഫ് യു റീച്ച് 21, 21-ലെത്തിയാൽ നിങ്ങളുടെ മുട്ട ഹാച്ച്, വിരിയും അല്ലേ? നിങ്ങൾക്ക് ചിക്സിനെ കിട്ടും. സോ യു ക്യാൻ പ്ലേ ദ ഗെയിം with your teacher. Okay. Now activity 11. Dimple and Twinkle waited eagerly for the egg to hatch out. They checked it every day. Their mother noticed their daily visit to the hen house. Complete a conversation. നമ്മൾ ഡിംപിളും ട്വിങ്കിളും ഡെയിലി കോഴിക്കൂടിനടുത്ത് പോയി മുട്ട വിരിയുന്നുണ്ടോ എന്ന് നോക്കുന്നത് ആര് കണ്ടു? അവരുടെ അമ്മ കണ്ടു. സോ വാട്ട് വിൽ ബി ദർ കോൺവെർസേഷൻ? മദർ ചോദിക്കുകയാണ്, വൈ ഡു യു വിസിറ്റ് ദ ഹെൻ ഹൗസ് എവറി ഡേ? എന്തിനാണ് നിങ്ങൾ കോഴിക്കോട് എപ്പോഴും പോയി നോക്കുന്നത്? അപ്പോൾ ട്വിങ്കിൾ എന്താ പറയുന്നത്? വി ആർ വെയിറ്റിംഗ് ഫോർ ദ എഗ് ടു ഹാച്ച് മദർ. ഓ, ഞാൻ നമ്മുടെ മുട്ട വിരിയുന്നത് നോക്കാൻ പോകുന്നതാണ് അമ്മയെന്ന് പറഞ്ഞു. അപ്പം അമ്മ ചോദിക്കുക, ഓ ഐ സി, അതെയോ, വിച്ച് വൺ ഈസ് ഇറ്റ്? ഏതാ മുട്ട അല്ലേ? അപ്പം ഡിംപിൾ പറയാ, ദ ബിഗ് ബ്രൗൺ
one that the hen is sitting on. We check it on every day. കോഴി ഇരിക്കുന്ന വലിയ ബ്രൗൺ മുട്ടയാണ്, നമ്മളെപ്പോഴും അത് വിരിഞ്ഞോ എന്ന് നോക്കാറുണ്ട്. Now activity 12. The baby of a bird is chick. ഒരു ബേർഡിൻ്റെ ബേബീൻ്റെ പേര് ചിക്കാണെന്ന് നമ്മൾ കഴിഞ്ഞ വർഷേ പഠിച്ചിട്ടുണ്ട്. Now look at the pictures below and fill in the blanks suitably. ഇവിടെ തന്നിരിക്കുന്ന പിക്ചേഴ്സ് നോക്കിയിട്ട് താഴെ തന്നിരിക്കുന്ന ബ്ലാങ്ക്സ് പൂരിപ്പിക്കണം. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പപ്പി എന്ന് പറഞ്ഞാൽ ഡോഗിൻ്റെ ബേബിയാണ്, ചിക്ക് കോഴിയുടെ ബേബിയാണ്, കിറ്റൺ എന്ന് പറഞ്ഞാൽ ക്യാറ്റിൻ്റെ ബേബിയാണ്, കാഫ് എന്ന് പറഞ്ഞാൽ കൗവിൻ്റെ ബേബിയാണ്. സോ ഇവിടെ എന്താ ഫസ്റ്റ്, ദ ബേർഡ് ഈസ് ഫീഡിങ് ഇറ്റ്സ് ചിക്ക്. ബേർഡ് എന്താ ചെയ്യുന്നത്? അതിൻ്റെ ചിക്കിനെ ഫീഡ് ചെയ്യുന്നു. ഫീഡിങ്, ഗിവിങ് ഫുഡ് കൊടുക്കുന്നു. എ ക്യാറ്റ് ഈസ് വാക്കിംഗ് വിത്ത് ഇറ്റ്സ് കിറ്റൺ. ക്യാറ്റ് എന്താ ചെയ്യുന്നത്? അതിൻ്റെ കിറ്റൻ്റെ കൂടെ വാക്ക് ചെയ്യുന്നു, നടക്കുന്നു. എ കൗ ഈസ് ലിക്കിംഗ് ഇറ്റ്സ് കാഫ്. അതിൻ്റെ കാഫിനെ നക്കുന്നു. നമ്മളും ലിക്ക് ചെയ്യാറുണ്ട്. എന്താ? ഐസ്ക്രീം ലിക്ക് ചെയ്യാറില്ലേ? അതുപോലെ കൗ ഈസ് ലിക്കിംഗ് ഇറ്റ്സ് കാഫ്. അതിൻ്റെ കാഫിനെ ലിക്ക് ചെയ്യുന്നു. എ ഡോഗ് ഈസ് ലുക്കിംഗ് അറ്റ് ഇറ്റ്സ് പപ്പി. ഡോഗ് എന്താ ചെയ്യുന്നത്? അതിൻ്റെ പപ്പിയെ നോക്കുന്നു. ആക്ടിവിറ്റി 13. ഗോൾഡി സ്വാം ഇൻ ദ റിവർ. ദ ഹെൻ ആൻഡ് ചിക്സ് കുഡ് നോട്ട് സ്വിം. ഡു യു നോ വൈ? നമ്മുടെ ഹെന്നും ചിക്സിനും നീന്താൻ പറ്റുന്നില്ല. പക്ഷെ നമ്മുടെ ഗോൾഡി സ്വിം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ ഗോൾഡി പറയുന്നത്? ഐ ക്യാൻ സ്വിം. എനിക്ക് നീന്താൻ പറ്റും. അപ്പോൾ നമ്മുടെ കോഴിക്കുഞ്ഞ് എന്താ പറയുന്നത്? ചിക്ക് എന്താ പറയുന്നത്? ഐ കാൺ സ്വിം ബട്ട് ഐ ക്യാൻ വാക്ക്. എനിക്ക് സ്വിം ചെയ്യാൻ പറ്റില്ല, പക്ഷെ എനിക്ക് നടക്കാൻ പറ്റും. അപ്പോഴാണ് നമുക്ക് ഇവിടെ വേറൊരു പ്രാവിനെയും ഒരു ഫിഷിനെയും കാണാം. നമ്മുടെ പ്രാവ് എന്താ പറയുന്നത്? ഐ ക്യാൻ ഫ്ലൈ ഹൈ. എനിക്ക് നല്ല ഉയരത്തിൽ പറക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ ഫിഷ് ടെല്ലിങ്? ഐ കാൺ ഫ്ലൈ ഹൈ ബട്ട് ഐ ക്യാൻ സ്വിം. എനിക്ക് നല്ല ഉയരത്തിൽ പറക്കാൻ അറിയില്ല, പക്ഷെ എനിക്ക് നീന്താൻ അറിയാം. ഐ ക്യാൻ സ്വിം. ആക്ടിവിറ്റി 14. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. ഫൈൻഡ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ടു പിക്ചേഴ്സ്. നമ്മൾ ഇതിനു മുമ്പേ ഉള്ള പാഠങ്ങളിൽ ചെയ്ത പോലത്തെ ആക്ടിവിറ്റി തന്നെയാണ്. വളരെ ഈസിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് പിക്ചർ 1, പിക്ചർ 2. പിക്ചർ 2ൽ കൊടുത്തത് വാട്ടർ ഈസ് നോട്ട് ക്ലിയർ. വാട്ടർ ഈസ് നോട്ട് ക്ലിയർ എന്നാണ്. ഇവിടെ എന്താ? ദ വാട്ടർ ഈസ് ക്ലിയർ. അത് ഒന്നാമത്തെ ഡിഫറൻസ് ആയിട്ട് എഴുതാം. രണ്ടാമത്തത് എ ക്രെയിൻ ഈസ് സ്റ്റാൻഡിങ് ഇൻ ദ റിവർ. റിവറിൽ ഒരു ക്രെയിന് സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ആരാളുള്ള റിവറിൽ? ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ അല്ലേ. അപ്പം എങ്ങനെ എഴുതാം? എ പ്ലാസ്റ്റിക് ബോട്ടിൽ ഈസ് ഇൻ ദ റിവർ അല്ലേ. പ്ലാസ്റ്റിക് ബോട്ടിൽ ഈസ് ഇൻ ദ റിവർ. നെക്സ്റ്റ്, നോ ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ പിക്ചർ 2. പിക്ചർ 2ൽ ആരും ഒരു ബേർഡ്സും പറക്കുന്നില്ല. പക്ഷെ ഇതിലെന്താണ്? ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ പിക്ചർ 1 അല്ലേ. പിക്ചർ 1ൽ ബേർഡ്സ് പറക്കുന്നു. ഇനി ഇവിടെ എന്താ? ദ ലാൻഡ് ഈസ് ഗ്രീൻ. ഇവിടുത്തെ ലാൻഡ് നല്ല ഗ്രീനാണ്. ഇവിടെയോ ലാൻഡ് ഈസ് ഡ്രൈ അല്ലേ, വരണ്ടിട്ടുള്ളത്. അപ്പം എന്ത് എഴുതാം? ദ ലാൻഡ് ഈസ് ഡ്രൈ. അടുത്തത്, ദർ ഈസ് നോ ഫിഷ് ഇൻ ദ വാട്ടർ. വെള്ളത്തിൽ ആരില്ല, മീനൊന്നുമില്ല. ഇവിടെയോ ദർ ഈസ് ഫിഷ് ഇൻ ദ വാട്ടർ. സോ ഈ രീതിയിൽ ഡിഫറൻസ് കണ്ടുപിടിച്ച് എഴുതുക. Now activity 15. Dimple and Twinkle told the whole story to Grandpa. Arrange the following events of the story in order. നമ്മൾ ഇത് മുമ്പേ ചെയ്തിട്ടുള്ള മോഡൽ ആക്ടിവിറ്റി തന്നെയാണ്. എന്താണ്? They put the egg in the hen's house. അവർ ഹെൻസ് ഹൗസിൽ എഗ്ഗ് കൊണ്ടുവച്ചു. They named the chick Goldie. ആ ചിക്കിന് ഗോൾഡി എന്ന് പേരിട്ടു. The egg hatched out and a beautiful chick came out. മുട്ട വിരിഞ്ഞൊരു നല്ല കുഞ്ഞു വന്നു. ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ ഗോൾഡ് എ ഗോൾഡൻ എഗ്. ഡിംപിളിനും ട്വിങ്കിളിനും ഒരു ഗോൾഡൻ എഗ് കിട്ടി. അപ്പം നമുക്കിതിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാം? ഫസ്റ്റ്, ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ ഗോട്ട് എ ഗോൾഡൻ എഗ്. ദേ പുട്ട് ദ എഗ് ഇൻ ദ ഹെൻസ് ഹൗസ്. ദ എഗ് ഹാച്ച്ഡ് ഔട്ട് ആൻഡ് എ ബ്യൂട്ടിഫുൾ ചിക്ക് കെയിം ഔട്ട്. ദേ നെയിംഡ് ദ ചിക്ക് ഗോൾഡി. ഈ രീതിയിൽ നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. ഓക്കെ. ആക്ടിവിറ്റി 16. The villagers cleaned the river. വില്ലേജേഴ്സ് റിവറൊക്കെ ക്ലീൻ ചെയ്തു. They fixed a notice board near the river. അവർ നോട്ടീസ് ബോർഡ് റിവറിൻ്റെ അടുത്ത് വെച്ചു. റൈറ്റ് എ സ്യൂട്ടബിൾ സെൻറ്റൻസ് ഓൺ ഇറ്റ്. അതിലൊരു നല്ല സെൻറ്റൻസ് എഴുതണം. അപ്പോൾ അവർ പുഴയൊക്കെ ക്ലീൻ ചെയ്തിട്ട് അവരൊരു അറിയിപ്പ് ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് എഴുതാം? സേവ് വാട്ടർ, സേവ് ലൈഫ്. ഈ രീതിയിൽ നിങ്ങൾക്ക് നല്ല കോട്ടിങ് എഴുതാം. വെള്ളം സംരക്ഷിക്കുക, ജീവൻ നിലനിർത്തുക അല്ലേ. ഈ രീതിയിൽ നല്ലൊരു കോട്ടിങ്, ഒരു ചിത്രമൊക്കെ വരച്ച് അതിനെ ഭംഗിയാക്കുക. നെക്സ്റ്റ്,
ആക്ടിവിറ്റി 17. ദ ഫെസ്റ്റിവൽ സീസൺ കെയിം. ഫെസ്റ്റിവൽ സീസൺ വന്നു. ദ വില്ലേജേഴ്സ് പ്രിപ്പയർഡ് എ പോസ്റ്റർ ടു വെൽക്കം പീപ്പിൾ. ഹെൽപ്പ് ദം മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്. അപ്പം നമ്മൾ ഫെസ്റ്റിവൽ സീസണിൻ്റെ സമയത്ത് ആരാ വരുക? ബേർഡ്സ് വരുമല്ലേ. അപ്പോൾ വില്ലേജേഴ്സെല്ലാം പിന്നെ പീപ്പിളിനെല്ലാം വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഒരു പോസ്റ്ററൊക്കെ തയ്യാറാക്കി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് എഴുതാം? ഒരു പോസ്റ്റർ, അതിനനുസരിച്ചിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കുക. നല്ല കളറൊക്കെ കൊടുത്തിട്ട് നല്ല ചിത്രമൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് ഇവിടെ വെൽക്കം ബേർഡ്സ് എന്നോ വെൽക്കം പീപ്പിൾ എന്നോ എന്ത് എഴുതാം. പക്ഷെ പക്ഷികളെ വെൽക്കം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വെൽക്കം ബേർഡ്സ് എന്നൊക്കെ എഴുതിയാൽ മതി. നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് നിങ്ങളതിനെ എഴുതും. നെക്സ്റ്റ് ആക്ടിവിറ്റി 18. റീഡ് ദ സെൻറ്റൻസസ് ബിലോ. ഹൂ സെഡ് ദീസ്? റൈറ്റ് ദർ നെയിംസ് ഇൻ ദ ബോക്സസ്. ഇവിടെ കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്. സോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അത് ആരാണ് പറഞ്ഞതെന്നാണ്. അപ്പോൾ വി വിൽ കോൾ യു ഗോൾഡി. നമ്മൾ നിന്നെ ഗോൾഡി എന്ന് വിളിക്കും. ആരാ പറഞ്ഞത്? ഡിംപിൾ. പേജ് നമ്പർ 72 ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. പ്ലീസ് ടേക്ക് കെയർ ഓഫ് ദിസ് എഗ് ടു. ഹൂ സെഡ് ദിസ്? ഡിംപിൾ. പേജ് നമ്പർ 71 കാണാം. ലുക്ക്, ഗോൾഡി സ്വിംസ് വെൽ. ട്വിങ്കിളാ പറഞ്ഞ്. പേജ് നമ്പർ 74 ചെക്ക് ചെയ്താൽ കിട്ടും. ദെൻ ക്ലക്ക് ക്ലക്ക്. ആരാ? ഹെന്ന്. പേജ് നമ്പർ 71 ചെക്ക് ചെയ്താൽ മതി. ദിസ് ഈസ് ദ ചിക്ക് ഓഫ് എ റെയിൻബോ ബേർഡ്. ആരാ പറഞ്ഞ? ഗ്രാൻഡ് പ. പേജ് നമ്പർ 75. ഇൻ മൈ ചൈൽഡ്ഹുഡ് ദ റിവർ വാസ് ക്ലീൻ ആൻഡ് ക്ലിയർ. ഹൂ സെഡ് ദിസ്? ഗ്രാൻഡ് പ. പേജ് നമ്പർ 76 ലുക്ക് ഹൗ ക്യൂട്ട് ഇറ്റ് ഈസ്. ആരാ പറഞ്ഞ? ട്വിങ്കിൾ. പേജ് നമ്പർ 72 ചെക്ക് ചെയ്താൽ മതി. നൗ ആക്ടിവിറ്റി 19. ക്രോസ് വേർഡ് പസിൽ. ഡൗൺ എന്ന് പറഞ്ഞാൽ താഴോട്ട് അല്ലേ. ദ വാട്ടർ ഇൻ ദ ഡാഷ് വാസ് ഡേർട്ടി. എന്താ? റിവർ. ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ നെയിംഡ് എ ചിക്ക് ഗോൾഡി. ഇനി എക്രോസ്, വിലങ്ങനെ ഇങ്ങനെ 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 പോകുന്നത്. വൺ ഡേ ഗ്രാൻഡ് പാ വിസിറ്റഡ് ദ ചിൽഡ്രൻ. അല്ലേ, ഗ്രാൻഡ് പയാണ് കുട്ടികളെടുത്ത് വന്നത്. ഹരിതഗിരി ഈസ് എ ബ്യൂട്ടിഫുൾ വില്ലേജ്. ദ വില്ലേജേഴ്സ് ഡെക്കറേറ്റഡ് ദ ഹൗസസ് ഫോർ ദ ഫെസ്റ്റിവൽ ഓഫ് ബേർഡ്സ്. സോ ഡൗൺ ഉള്ളത് താഴോട്ടേക്ക് മാർക്ക് ചെയ്യുക, എക്രോസ് എന്നുള്ളത് ഇങ്ങനെ മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ആൻസറും കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 20. ആഡ് മോർ ലൈൻസ് ടു ദ സോങ്. നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന സോങ്ങിൽ ലൈൻസ് ആഡ് ചെയ്യണം. എ ബേർഡി ഫ്ലൈസ് സോ ഹൈ അപ്പ് ഇൻ ദ സ്കൈ സിറ്റിംഗ് ഓൺ എ ട്രീ ഇറ്റ് sings so free. When the summer ends, it flies back with friends. Will you come again when the summer sun glows? ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പോം. നിങ്ങൾക്ക് ലൈൻസ് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു സിമ്പിളായിട്ടുള്ള ലൈൻസാണ് കൊടുത്തിരിക്കുന്നത്. The bird is red and blue. It waves to me and you. I like its happy song. I hope it stays no long. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എളുപ്പത്തിലുള്ള ലൈൻസ് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈൻസ് തന്നെ ചേർത്ത് എഴുതിയാലും മതി. എ ബേർഡി ഫ്ലൈസ് സോ ഹൈ അപ്പ് ഇൻ ദ സ്കൈ സിറ്റിംഗ് ഓൺ എ ട്രീ എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് സ്ലീപ്പിംഗ് ഓൺ എ ട്രീ ഇറ്റ് സ്ലീപ്പ് സോ ഫ്രീ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള വേർഡ്സിനെ മാറ്റിയിട്ട് അങ്ങനെയും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു ലൈൻസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. പാറ്റേൺ ഒന്നും തന്നിട്ടില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഏത് രീതിയിലും ഇത് ആഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 21. സെലക്ട് സ്യൂട്ടബിൾ ഡയലോഗ് ഫോർ ഈച്ച് പിക്ചർ ആൻഡ് റൈറ്റ് ഇൻ ദ ബോക്സ്. നമുക്ക് താഴെ ബോക്സിൽ കുറച്ച് ഡയലോഗ്സ് തന്നിട്ടുണ്ട്. അതെടുത്തിട്ട് ഇവിടെ ആഡ് ചെയ്യണം. ഹൂ ഈസ് ദിസ്? ദിസ് ഈസ് അവർ പിപ്പ്. പിപ്പ് എന്താ പറയുന്നത്? ഐ ആം അഫ്രൈഡ് ഓഫ് വാട്ടർ. എനിക്ക് വെള്ളത്തിന് പേടിയാണ്. അപ്പം നമ്മുടെ ഫിഷർമാൻ എന്താ പറയുന്നത്? ഡോൺ വറി ഡിയർ, പേടിക്കേണ്ട അല്ലേ. ഹി വിൽ ഈറ്റ് ഓൾ ദ ഫിഷ്. എല്ലാ ഫിഷും ഇപ്പോൾ കഴിക്കാൻ തുടങ്ങുമെന്ന് മനസ്സിലായി. ലുക്ക്, ഇറ്റ്സ് അവർ പിപ്പ്. അപ്പോൾ അതാ എല്ലാവരും ഫ്രണ്ട്സൊക്കെ നോക്കിയിട്ട് പറയണതാ നമ്മുടെ പിപ്പ് വരുന്നുണ്ട്. സോ ഇത്രയും ആക്ടിവിറ്റീസാണ് നമുക്ക് ഈ ഒരു ലെസണിലുള്ളത്. So see you with the next video. Till then, bye bye and take care.